Hello everyone, welcome back to Chemical Kinetics Part 12. So, we will discuss the half-life of a reaction. Definition നോക്കാം. The half-life of a reaction is the time in which the concentration of a reactant is reduced to 1/2 of its initial concentration. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈം 0 ആവുന്ന സമയത്ത് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? R0 ആയിരിക്കും. അതുപോലെ ടൈം T½ ആവുന്ന സമയത്ത് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ടൈം ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഹിസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എപ്പോഴാണ് ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ഹാഫ് ആകുന്നത്, ആ ടൈമിനെയാണ് നമ്മൾ T½ അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലും ഹാഫ് ലൈഫ് എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 ഓർഡർ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് 0 ഓർഡർ റിയാക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ ആണ്. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത ഇക്വേഷൻ R0 - R/T. ഇതാണ് നമ്മുടെ 0 ഓർഡറിൻ്റെ കേസിൽ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ടൈം T½ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ 1ലേക്ക് ഈ ടീന് പകരം T½ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ K is equal to R0 മൈനസ് T½ ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി R0/2. സോ ആറിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? R0/2 ബൈ T². സോ ഇനി ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ T½ is equal to R0 minus R0/2 by K. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ R0 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് പുറത്തെടുക്കാം. 1 - 1/2 by K. അപ്പോൾ എന്ത് കിട്ടും? 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2. സോ R0/2K. T½ is equal to R0/2K. ഇതാണ് 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. K is equal to 2.303/T log കോൺസെൻട്രേഷൻ ഓഫ് R0/R. സോ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത അതേ കണ്ടീഷൻസ് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് T is equal to T½ ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിരിക്കും? R0/2 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി. സോ ഈ കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 in 1. അപ്പോൾ എങ്ങനെ വരും? K is equal to 2.303. T എന്തായി? T½ ആയി. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0/R എന്താണ്? R0/2. R0/2. That's equal to 2.303/T½ ലോഗ്, നമുക്കിത് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ലോഗ് 2. ഇത് മുകളിലോട്ട് പോകും. സോ ഇനി റീഅറേഞ്ച് ചെയ്യാം. T½ is equal to 2.303/K log 2. ഇനി ലോഗ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലോഗ് 2 is equal to 0.301.
സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2.303 ഇൻറ്റു 0.301 ബൈ കെ. സോ ആൻസർ നമുക്ക് കിട്ടും 0.693 ബൈ കെ. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ബൈ കെ. സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0. സോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുമ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കുറക്കുമ്പോൾ ഹാഫ് ലൈഫ് കുറവായിരിക്കും. ബട്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ നമുക്കിവിടെ കോൺസെൻട്രേഷൻ്റെ ടേംസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്നതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് independent of initial concentration. അതെന്ത് ചെയ്യുന്നില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.